എടാ മോനെ, നീ ഓക്കെ അല്ലേ? അല്ല, ഞാൻ അറിയാത്തോട്ട് ചോദിക്കുക. ഞാൻ അച്ഛൻ്റെ ആരാ? എൻ്റെ മോൻ ആണല്ലോ. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടുന്നോ കിട്ടിയ ഒരു ഏലിയൻ സിംബിയോട്ട് പച്ചവെള്ളം നിറച്ച ടാങ്കിൽ കുത്തി കയറ്റിയിട്ട് അതിനുശേഷം എന്നെ അതേ ടാങ്കിൽ 2 വർഷം മുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നു എൻ്റെ തന്തേ? Come on Harry, science is all about trial and error. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. Besides, what's the worst thing that's going to happen? തെറ്റെന്റെ ഭാഗത്താ. എന്റെ കൽവിലെ വെണ്ണിലാവിലെ നല്ല സ്പൈഡർമാനെ, നിന്നെയോർത്തു ഞാൻ കാത്തിരിക്കും ഈ എന്റെ സ്പൈഡർമാനെ, പൊന്നു സ്പൈഡർമാനെ. Spider-Man 2 പറയാനാച്ചാ കുറേ ഉണ്ട്. അതുകൊണ്ട് ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഇൻടു ഇറ്റ്. പ്രിപ്പയർ ടു ബി അമേസ്ഡ്. ക്ലോസ് ഇനഫ്. സോ Spider-Man is back. ഒരാൾക്ക് പണി കിട്ടുന്നു, പണി പോണു. ലൈക്ക് ദിസ് ഇസ് ലൈക്ക് സോ ഫാസ്റ്റ്. സ്പോട്ടിലായിരിക്കും അവന് പണി കിട്ടുക, അതേ സ്പോട്ടിൽ അവന് പണി പോവുകയും ചെയ്യും. മറ്റൊരാളോ, അവന് ന്യൂ ഹെയർ സ്റ്റൈൽ. ബേസിക്കലി 10 പൈസ പോലും എടുക്കാനില്ലാത്തൊരു പാവം പിടിച്ച സ്പൈഡർമാനും പിന്നെ കൂതറ പാട്ടുണ്ടാക്കി സന്തോഷ് പണ്ഡിറ്റിനെ വെല്ലുന്ന വേറൊരു സ്പൈഡർമാനും. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ല. റിലാക്സ്, അവൻ ചാത്തിട്ടൊന്നുമില്ല. സ്പൈഡർമാൻ ഡസന്റ് കിൽ യു ഗൈസ്. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? ഫസ്റ്റ് ഗെയിമിൽ സിനിസ്റ്റർ 6 പീറ്ററിന്റെ ഊപ്പാടങ്ങി ഇളക്കിയപ്പോൾ ഫാൻസിന് അത് ശരിക്കും ഇഷ്ടപ്പെട്ടു. സോണി ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് തീരുമാനിച്ചു, വി നീഡ് മോർ ഓഫ് ദിസ് ആൻഡ് ദേ ബ്രിങ് വെനം. ഇത് ആക്ച്വലി സോണിയുടെ 3rd അറ്റംപ്റ്റ് ആണ് ഇവനെ വെച്ച് കാശ് ഉണ്ടാക്കാൻ, ആൻഡ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ചില സമയത്ത് സോണി കബീർ സിംഗിനെ പോലെയാ. Sony, what the Sigma bro? Just leave Venom, you're losing your aura points. പിന്നെ ക്രൈവനുണ്ട്. But still, ഇതൊരു worth it PS5 ഗെയിമാണ്. So good that I actually completed this and I started New Game Plus immediately. Just so that I can activate my inner Spidey shit posting chat. ഇപ്പോൾ നിങ്ങളൊരു ക്രേസി പേഴ്സൺ ആണെങ്കിൽ എന്നെ പോലെ ഈ ഗെയിം സ്പെക്ടാക്കുലർ മോഡിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. Campaign is actually a bit difficult in this mode, mainly because you don't know how the game works. പക്ഷേ ഈ ഗെയിം ഫിനിഷ് ചെയ്ത് ന്യൂ ഗെയിം പ്ലസ്സിലെ അൾട്ടിമേറ്റ് മോഡിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം, this is not even a challenge. It is so easy. ന്യൂ ഗെയിം പ്ലസ്സിൽ നമ്മുടെ ഓൾഡ് സേവ് ഫയൽ ഒക്കെ ഇതിൽ കിട്ടും. ദാറ്റ് ഇൻക്ലൂഡ് സൂട്ട്, അപ്ഗ്രേഡ്സ് ആൻഡ് സിംബിയോട്ട്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ഡിഫിക്കൽട്ടി ഒന്നുമേ അല്ല. നോട്ട് ടു മെൻഷൻ ഹൗ റിഡിക്യുലസ്ലി ഓവർ പവർഡ് ദീസ് സ്പൈഡർമാൻ ആർ. എന്താടാ ഇത്? യോഗാസനം ചെയ്യുക. മെഡിറ്റേഷൻ അല്ല സാർ, മെഡിക്കൽ മിറാക്കിൾ ആയത്. ഒരു സ്പൈഡർമാൻ ഗെയിമിന്റെ ബെസ്റ്റ് ഫീച്ചർ എന്നും എപ്പോഴും വെബ് സ്വിംഗിങ്, ട്രിവേഴ്സൽ ആൻഡ് ഓപ്പൺ വേൾഡ് ആയിരിക്കും. And yeah, those 3 are the best in this game. Not to mention web wings, which is the best bonus ever. Hehe, suck on that, you Arkham fans. It's time for a Miles Morales original, you know? One of one. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഉറത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. ഉള്ള കാര്യം പറയാലോ, MJ missions are a bit difficult, mainly because she can only take 2 bullets. അതുകൊണ്ട് തന്നെ ഞാൻ തോറ്റ് പണ്ടാരടങ്ങിയിട്ടാണ് അവസാനം ഈ ഗെയിം തീർത്തത്. ഞാൻ അത്ര വലിയ ഗെയിമറല്ല, അതുകൊണ്ട് ഇത് തോറ്റോണ്ടിരിക്കില്ലെന്ന് എൻ്റെ പരിപാടി. അൺഫോർച്ചുനേറ്റ്ലി ഇതിനൊരു സ്കിപ്പ് ബട്ടൺ ഇല്ല.
still got that 3D printer built into your web shooters, right? I need you to build something real quick. Just sent you the blueprints. See, web shooting is one thing, but using it as a makeshift 3D printer, now that's just a whole load of bull crap. Did I just make a friend? ഈ ഗെയിം മേടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്യാമ്പയിൻ മാത്രമല്ല നിങ്ങൾക്കും കൂടെ കിട്ടും സൈഡ് ആക്ടിവിറ്റീസ്. മെയിൻലി 3 ടൈപ്സ് ഓഫ് സൈഡ് ആക്ടിവിറ്റീസ്. മൈൽസിന് മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്, പീറ്ററിന് മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്, രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ പല ടൈപ്പ് ഓഫ് സ്പൈഡർ ബോട്ട്സ് വന്നിട്ടുണ്ട്. ആർക്കും ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ജോലി ഈ സ്പൈഡർ ബോട്ട്സിനൊക്കെ കളക്ട് ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് തേടുക. സോ ഈ സ്പൈഡർ ബോട്ട് ഒരു സ്പൈഡർമാനെ റെഫറൻസ് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് ആക്ച്വലി ഫൺ കളക്ടിങ് ദം. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ കട്ട് സീനും കിട്ടും. Yankee, you seeing this? What the hell was that? പറഞ്ഞ സ്പോട്ടിലെത്തുക. അവിടെ എത്തിയിട്ട് യു ബീറ്റ് എ ബഞ്ച് ബാഡ് ഗൈസ് ആൻഡ് ഗെറ്റ് സം ക്രിസ്റ്റൽസ് ആൻഡ് ഗോ ഓൺ. ഒരു ബോംബ് വയ്ക്കുക. അതിനുശേഷം hear me out, you beat up a bunch of bad guys. You solve some puzzles and then you ride a bike. After that, you use a remote control to control a robot bee. Yeah, a bee. Guess what? You again beat up a bunch of bad guys, but this time there's a clock running out. After that, you beat up Mysterio. Turns out he's a good guy. ന്യൂയോർക്കിൽ ഓരോ പോപ്പുലർ സ്പോട്സിലങ്ങ് പോവുക. അവിടെ പോയിട്ട് ഒരു പിക്ചർ എടുക്കുക. പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ഒരു വർത്തമാനം കേൾക്കാം. അത്ഭുത കാഴ്ചകളുടെ കേന്ദ്രമാണത്. കലാകാരന്മാർ, പ്രഭാഷകർ, പരസ്യപ്രചാരകർ, അങ്ങനെ ഒട്ടനവധി പേരുണ്ടാകും അവിടെ. ഇവിടെ വലിയൊരു ശതമാനം Yeah, that's actually a good side story. And Yuri is back as a vigilante and we get to fight her, which is actually a boss fight. So yeah, this is a win-win situation for us players. And the game ends by saying that the boss is actually Cletus Cassidy and he has the Carnage suit. But it ends in a cliffhanger for DLC. Like, god damn it, this is not fair. Yeah, എനിക്ക് കുറ്റമൊന്നും പറയാൻ തോന്നണില്ല. കാരണം ആക്ച്വലി ഐ എൻജോയ്ഡ് മോസ്റ്റ് ഓഫ് ദം. ഐ സേ മോസ്റ്റ് ബിക്കോസ് ദർ ഇസ് വൺ ഓഫ് ദം ദാറ്റ് ഐ ഡിഡ് നോട്ട് എൻജോയ് ബിക്കോസ് ഇറ്റ് വാസ് റിയലി ബോറിംഗ് ആൻഡ് വിയർഡ് ബിക്കോസ് ഐ ഡിഡൻറ്റ് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. But other than that, the rest were actually good. Some of them were good, some of them were sad, and some of them were straight up traumatizing. No. Howard? Oh, hey, Spider-Man. Hey, sorry. Friend of mine. Take all the time you need. If it helps, it looked like he was at peace. He was. ക്രീവിൻ്റെ ഗ്യാങ്ങിൻ്റെ കുറച്ച് സ്പോട്ട്സ് ഉണ്ടാവും ഓരോ റൂഫ് ടോപ്പിൽ. നമ്മൾ ഈ റൂഫ് ടോപ്പിലൊക്കെ പോയിട്ട് വി ബീറ്റ് അപ്പ് എ ബഞ്ച് ബാഡ് ഗൈസ്. അങ്ങനെ ചെയ്താൽ ഒരു ബേസ് അൺലോക്ക് ആവും. നമ്മൾ ആ ബേസിൽ പോയിട്ട് അഗൈൻ വി ബീറ്റ് അപ്പ് എ ബഞ്ച് ഓഫ് ബാഡ് ഗൈസ്. മൈൽസിൻ്റെ അങ്കിളിന് കുറേ സീക്രട്ട് ബേസസ് ഉണ്ട്. ഓരോ ബേസിൽ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മുടെ ജോലിയാണ് ഈ സാധനങ്ങളൊക്കെ പോയി എടുക്കേണ്ടത്. Access denied. Access granted. Welcome, Spider Chad. ഒരു പറക്കണ റോബോട്ട് ഉണ്ട്. ആ റോബോട്ടിനെ നമ്മൾ പിടിക്കുക. പിടിച്ച ശേഷം ആ റോബോട്ടിൻ്റെ ഉള്ളിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക. ഡാറ്റ മൊത്തം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കമീലിയനാണെന്ന്. കമീലിൻ്റെ ഹൈഡ് ഔട്ട് നമ്മൾ പോവും. അവിടെ പോയിട്ട് കമീലിയൻ പോയി, രക്ഷപ്പെട്ടു. വൈ? ബിക്കോസ് ഫോർ DLC. ബേസിക്കലി മൈൽസിൻ്റെ കുറച്ച് കൂട്ടുകാരെ നമ്മൾ സഹായിക്കുക. ബട്ട് ദ തിങ് ഈസ് ഈ കൂട്ടുകാർ കുറച്ച് പിക്കിയാണ്. കാരണം അവസാനമാകുമ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി പണിയെടുക്കണ പോലെ. എന്നിട്ട് വെറും ഒരു താങ്ക് യു മാത്രം. വി ആർ നോട്ട് സംബഡീസ് ബട്ട്ലർ. Now, before you say anything, I do realize Spider-Man's job is to help everyone. But the thing is, these people are not in trouble. They want help from Spider-Man to do silly stuffs like side projects and asking someone out for homecoming, when I could seriously be destroying the symbiotes, stopping Kraven, etc., etc. Thank you a million. Oh, maybe you should call yourself the Great Electric Spider.
You beat up a bunch of bad guys and collect some instruments that went missing. Is this me or am I sensing a pattern here? അങ്ങനെ ഇങ്ങനത്തെ കണ്ണിക്കണ്ട സൈഡ് ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ടോക്കൺസ്. 3-4 ടോക്കൺസേ ഉള്ളൂ ഈ ഗെയിമിൽ. നമ്മൾ ആ ടോക്കൺസ് വെച്ച് ബേസിക്കലി അപ്ഗ്രേഡ്സ് വാങ്ങാം, സ്കിൽസ് വാങ്ങാം ആൻഡ് കോസ്റ്റ്യൂംസ് വാങ്ങാം. ചാനലുകാരും പത്രക്കാരും ഒക്കെ എത്തിയിരിക്കുക. ഞാൻ ഇതിലേത് സാരിയാ ഉടുക്കുന്നത് എന്റെ ദൈവമേ. അങ്ങനെ ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്താൽ നമുക്ക് നേരെ പോകാം ക്രൈവന്റെ അടുത്ത്. സംഭവം ഒന്നുമില്ല, സിമ്പിളാണ്. ക്രൈവന് ചെറുതായിട്ടൊരു ക്യാൻസർ ഉണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? പുള്ളിക്കാരൻ്റെ പ്ലാൻ എന്താണെന്നറിയോ? ന്യൂയോർക്കിൽ വരിക, എന്നിട്ട് സ്പൈഡർമാൻ സകല വില്ലന്മാരെ അങ്ങോട്ട് കൊന്നു കളയാ, ഇൻ ഹോപ്സ് ദാറ്റ് മേ ബി സം വില്ലൻ വിൽ ആക്ച്വലി കിൽ ഹിം. അപ്പോൾ നാട്ടുകാരുടെ അടുത്ത് പറയലോ, എന്നെ കൊന്നത് ക്യാൻസർ അല്ല, എന്നെ കൊന്നത് എൻ്റെ പ്രേ ആണെന്ന്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അസ്സലാമലൈക്കും, ഞമ്മളാണ് ബനം. നമുക്ക് ആക്ച്വലി വെനമായിട്ട് കളിക്കാൻ പറ്റും ഒരു 10 മിനിറ്റ്. എന്നിട്ട് നമ്മുടെ ക്രൈവൻ അങ്ങോട്ട് വരും. അപ്പൊ എന്താ സംഭവിക്കുക? വെനം ക്രൈവൻ അങ്ങോട്ട് തിന്നും. ലിറ്ററലി തിന്നും. ഇതെന്റെ ചോരയല്ല, പട്ടിയുടെ ചോരയാണ്. രോമം വൃത്തിയായിട്ട പട്ടി. എന്നിട്ട് ക്രൈവനും ഹാപ്പിയായി, വെനമും ഹാപ്പിയായി. സച്ച് എ ക്യൂട്ട് ലിറ്റിൽ ഡുവോ. എന്നിട്ട് ഹീൽ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ കാണിക്കണത് കുറച്ച് അൺസൈക്കബിൾ സാധനങ്ങളാ. നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഹെയറുടെ പ്ലാൻ ബേസിക്കലി എർത്തിലെ എല്ലാവരെയും സിംബിയോട്ട് സ്ലേവ്സ് ആക്കി മാറ്റുക, ഒരു ഹൈവ് മൈൻഡ് ആക്കുക. എടാ ഇതെന്ത് ഹീൽ ദ വേൾഡ് ഐഡിയ ആണ്? ഇത് എവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ കൊണാട്ടിലെ സാധനങ്ങളൊക്കെ? എന്നിട്ട് ഈ സെൻസഡൈൻ ടൂത്ത് പേസ്റ്റ് ആൻഡ് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ലുക്കിംഗ് ആസ് വാണബി സ്പൈഡർമാൻ വന്നിട്ട് വെനമിനെ ഇടിച്ച് സൂപ്പാക്കി അവസാനം ഹാരിനെ പിടിച്ച് കോപ്പയിലാക്കും. The one guy you were supposed to save. Great job. അപ്പോൾ അതാണ് സ്പൈഡർമാൻ 2. ഒരു കുഴപ്പമില്ലാത്ത ഗെയിം. ഐ ഹാഡ് ഫൺ. ഇനി DLC വന്നിട്ട് വേണം. എങ്ങനെ ഇരിക്കണം?